അപ്പോൾ എൻ്റെ പേര് രേഷ്മ മുരളി. അപ്പോൾ ഇന്ന് നമ്മൾ കേരള PSC ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ ഒരു ക്ലാസ്സാണ് ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് നമുക്ക് ഫിഷ് പ്രിസർവേഷൻ എന്നുള്ള സെക്ഷനിൽ കുറച്ച് ടോപ്പിക്സാണ് ഞാൻ ഇന്ന് കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫിഷ് പ്രിസർവേഷനിൽ നമുക്ക് കുറച്ച് സബ് ടോപ്പിക്സ് ഉണ്ട്. അതിലെ തന്നെ ഫസ്റ്റ് ടോപ്പിക്കാണ് കോമ്പോസിഷൻ ആൻഡ് ന്യൂട്രീഷൻ വാല്യൂ ഓഫ് ഫിഷ്. ഓക്കെ, അപ്പം കോമ്പോസിഷൻ നോക്കുവാണെങ്കിൽ ഫിഷിൻ്റെ കോമ്പോസിഷൻ നോക്കുവാണെങ്കിൽ മെയിനായിട്ടും 5 കമ്പോണൻസ് ആണുള്ളത്: വാട്ടർ, ഫാറ്റ്സ്, പ്രോട്ടീൻ, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. വാട്ടർ എന്ന് പറയുമ്പോൾ ഏകദേശം 65 to 80% വാട്ടറാണ്. ഫാറ്റ്സ് അറൗണ്ട് 1 to 20%, പ്രോട്ടീൻ 14 to 20%, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് around 0.8 to 2%. ഓക്കെ, സോ ഫിഷ് ഈസ് ഹൈലി പെറിഷബിൾ. നമുക്കറിയാം ഫിഷ് എന്ന് പറയുന്നത് ഹൈലി പെറിഷബിൾ ആണ്. നമുക്ക് ഈ ഫുഡിനെ മെയിനായിട്ടും ജനറലി ഫുഡിനെ നമുക്ക് 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും: പെറിഷബിൾ ഫുഡ്, നോൺ പെറിഷബിൾ ഫുഡ് ആൻഡ് സെമി പെറിഷബിൾ ഫുഡ്. പെറിഷബിൾ ഫുഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് സ്പോയിലാവുന്ന ഫുഡാണ് പെറിഷബിൾ ഫുഡ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഫിഷ്, എഗ്ഗ്, മീറ്റ്, അതൊക്കെയാണ് പെറിഷബിൾ ഫുഡിന് എക്സാമ്പിൾ. ഇനി നോൺ പെറിഷബിൾ ഫുഡ് എന്ന് പറയുമ്പോൾ കുറേ കാലത്തേക്ക് നമുക്കതിനെ ചീത്തയാവാതെ സൂക്ഷിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റൈസ്, ഷുഗർ, അതുപോലെ തന്നെ സോൾട്ട്, ഇതൊക്കെയാണെങ്കിൽ നമുക്ക് കുറേ മാസങ്ങൾ വരെ നമുക്കത് ചീത്തയാവാതെ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് നോൺ പെറിഷബിൾ ഫുഡ് എന്ന് പറയുന്നത്. ഇനി അതിൽ തന്നെ സെമി പെറിഷബിൾ ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ വരുന്നതാണ്. സെമി പെറിഷബിൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസമൊക്കെ നമുക്കതിനെ വെളിയിൽ വെച്ചാലും സ്പോയിലാവാതെ യൂസ് ചെയ്യാൻ പറ്റും. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൊട്ടറ്റോ, ഒണിയൻ, ഇതൊക്കെ നമ്മൾ വെളിയിൽ സൂക്ഷിച്ചാലും ഏകദേശം ഒരു മാസത്തോളമൊക്കെ നമുക്കത് ചീത്തയാവാതെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഫുഡാണ് എന്ന് പറയുന്നത് സെമി പെറിഷബിൾ ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മീറ്റ്, ഫിഷ്, ഇതെല്ലാം തന്നെ ഹൈലി പെറിഷബിൾ ആയിട്ടുള്ള ഫുഡാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ മീറ്റ്, ഫിഷ് ഇതെല്ലാം തന്നെ ഹൈലി പെറിഷബിൾ ആവാൻ കാരണം എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് ഹൈ മോയ്സ്ചർ കണ്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫിഷിൻ്റെ കാര്യം നോക്കി, വാട്ടർ എന്ന് പറഞ്ഞാൽ ഏകദേശം 65 to 80% വാട്ടറാണ്. അവൈലബിലിറ്റി ഓഫ് ന്യൂട്രിയൻസ് ഫോർ ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അതായത് ഈ ഫിഷ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മീറ്റ്, ഈ പെറിഷബിൾ ആയിട്ടുള്ള ഫുഡുകളെല്ലാം തന്നെ ദേ ആർ വെരി ഹൈ ഇൻ ന്യൂട്രിയൻസ് ഫോർ ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. ദെൻ ആംബിയൻ ടെമ്പറേച്ചർ, ഒരു ആംബിയൻ ടെമ്പറേച്ചറിൽ തന്നെ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചീത്തയാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫിഷിൻ്റെ ഒരു ഓവറാൾ ഒരു ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ കോമ്പോസിഷൻ. ഇനി നമുക്ക് ഓരോന്നുമായിട്ട് നോക്കാം. ഇനി ബയോകെമിക്കൽ കോമ്പോസിഷൻ ഓഫ് റോ ഫിഷ് നോക്കാം. റോ ഫിഷിൻ്റെ ബയോകെമിക്കൽ കോമ്പോസിഷൻ നോക്കാം. പ്രിൻസിപ്പൽ കമ്പോണൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടു: പ്രോട്ടീന്, ഫാറ്റ് ആൻഡ് വാട്ടർ. അതുപോലെ തന്നെ വൈറ്റമിൻസും മിനറൽസും ഏകദേശം 0.8 to 2% ഉണ്ട്. പ്രോട്ടീൻ എന്ന് പറയുന്നത് ഏകദേശം 20% ആണ്. വേരിയേഷൻ ഇൻ ഫാറ്റ് ആൻഡ് വാട്ടർ. മിനറൽസ്, വൈറ്റമിൻസ് ആൻഡ് എൻസൈംസ്. ഈ നമ്മുടെ റോ ഫിഷിൽ മിനറൽസും വൈറ്റമിൻസും കൂടാതെ തന്നെ പലതരത്തിലുള്ള എൻസൈംസും കാണപ്പെടുന്നുണ്ട്. നോ കാർബോഹൈഡ്രേറ്റ് എക്സെപ്റ്റ് ഗ്ലൈക്കോജൻ ഇൻ ലിവർ. ഇവർക്ക് കാർബോഹൈഡ്രേറ്റ്സ് ഒരുപാട് ഇവരുടെ ബോഡിയിലില്ല. പിന്നെ എന്താണുള്ളത്? ലിവറിൽ മെയിനായിട്ടും ഗ്ലൈക്കോജനാണ് കാണപ്പെടുന്നത്. വാട്ടർ എന്ന് പറയുന്നത് ഏകദേശം 55 to 83% റോ ഫിഷിൽ വാട്ടറാണ് അടങ്ങിയിരിക്കുന്നത്. ഇനി പ്രോട്ടീൻസ് നോക്കുവാണെങ്കിൽ നോർമൽ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഏകദേശം 15 to 20% ആണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇൻ സം സ്പീഷീസിൽ ലെസ് ദാൻ 15%, അതുപോലെ തന്നെ 28% കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ചെയിൻസ് ഓഫ് കെമിക്കൽ യൂണിറ്റ്സ് ലിങ്ക്ഡ് ടുഗദർ ടു മേക്ക് എ ലോങ് മോളിക്യൂൾ. അതായത് അമിനോ ആസിഡ്സ് ചേർന്നിട്ടാണല്ലോ നമ്മുടെ പ്രോട്ടീൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈച്ച് യൂണിറ്റ് എന്ന് പറയുന്നത് അമിനോ ആസിഡ്സ് ആണ്. ഏകദേശം നമുക്കറിയാം ഏറ്റവും നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സ് എല്ലാം തന്നെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഫുഡ്, അതായത് വെളിയിൽ നിന്നായിട്ട്, അതായത് മീറ്റ്, ഫിഷ്, എഗ്ഗ് എന്നിൽ നിന്നൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഫിഷ് എന്ന് പറയുന്നത് വളരെ റിച്ച് സോഴ്സാണ്. എന്തിൻ്റെയാണ്? എസെൻഷ്യൽ അമിനോ ആസിഡ്സിൻ്റെ റിച്ച് സോഴ്സാണ്. അതിൽ തന്നെ ലൈസീനും മെഥിയോണിനും ആണ് അറ്റ് ഹൈ കോൺസെൻട്രേഷനിൽ കാണപ്പെടുന്നത്. ലൈസീനും മെഥിയോണിനും ആണ് അമിനോ ആസിഡ്സ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന അമിനോ ആസിഡ്സ് ഫിഷിൽ.
സ്കെലിറ്റൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് 15-60% ഓഫ് ദി ടോട്ടൽ വെയിറ്റ് ഓഫ് ഫിഷ്. ഫിഷിൻ്റെ ടോട്ടൽ വെയിറ്റ് എടുക്കുകയാണെങ്കിൽ 50-60% സ്കെലിറ്റൽ പ്രോട്ടീൻ ആയിരിക്കും. ഇനി നെക്സ്റ്റ്, അതുപോലെ തന്നെ ഈ പ്രോട്ടീൻ കണ്ടൻറ്റിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ആൽബുമിൻ ഫ്രാക്ഷൻ, പ്രോട്ടീൻ ഫ്രാക്ഷൻ, സ്ട്രോമ എന്ന് ഇങ്ങനെ മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആൽബുമിൻ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം 16-22% ആണുള്ളത്. പ്രോട്ടീൻ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം 75%. സ്ട്രോമ എന്ന് പറയുന്നത് 3%. പ്രോട്ടീൻ മാത്രം എടുക്കുകയാണെങ്കിലാണ്, പ്രോട്ടീൻ മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ, പ്രോട്ടീൻ ഒരു 100% പ്രോട്ടീൻ എടുക്കുകയാണെങ്കിൽ അതിൽ പ്രോട്ടീൻ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 75% ആയിരിക്കും. ആൽബുമിൻ എന്ന് പറയുന്ന ഫ്രാക്ഷൻ, ആൽബുമിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ, അത് ഏകദേശം 16-22% ആയിരിക്കും. സ്ട്രോമ എന്ന് പറയുന്ന അതർ പാർട്സ് എന്ന് പറയുന്നത് 3% ആയിരിക്കും. ഇനി നമുക്ക് ഫാറ്റ് കണ്ടന്റ് നോക്കാം. ആവറേജ് ഫാറ്റ് കണ്ടന്റ് ബിറ്റ്വീൻ 1-8% ആയിരിക്കും. ആവറേജ് ഫാറ്റ് എന്ന് പറയുന്നത് ഏകദേശം 1-8% ആയിരിക്കും. ഈ ഫാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 8%, ഫിഷ് ക്ലാസിഫൈഡ് ആസ് ഓയിലി ഓർ ഫാറ്റ്. ഓക്കെ, അപ്പോൾ ഇനി ഫാറ്റ് കണ്ടന്റിനെ അനുസരിച്ച് നമുക്ക് ഫിഷിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓയിലി ഓർ ഫാറ്റ് ഫിഷിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഫാറ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് 8%-ൽ കൂടുതലാണെങ്കിലാണ്. അതുപോലെ ബ്രെയിൻ ഷോസ് ഹയസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് ഫാറ്റ്, ഹാർട്ട് ഷോസ് ലോവസ്റ്റ്. ഫാറ്റ് കണ്ടന്റ് ഡിറ്റർമിൻസ് ദ ക്വാളിറ്റി ഓഫ് ഫിഷ് ആൻഡ് ഹെൻസ് ഇറ്റ്സ് പ്രൈസ്. ഇപ്പോൾ ഫാറ്റ് കണ്ടന്റ് ആണ് നമ്മളൊരു ഫിഷിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടറാണ് ഫാറ്റ് എന്ന് പറയുന്നത്. അതിനനുസരിച്ച് ഫിഷിൻ്റെ പ്രൈസിനും വേരിയേഷൻസ് വരാം. ഓക്കെ, അപ്പോൾ എക്സാമിന് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കും. നിങ്ങൾക്ക് MCQ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ചോദിക്കാം. വാട്ട് ഈസ് ദ ആവറേജ് ഫാറ്റ് കണ്ടന്റ് ഇൻ ഫിഷ്, റോ ഫിഷ്? അപ്പം എന്താണ്, 1-8% വരുന്ന ഒരു റേഞ്ച് ആയിരിക്കണം നിങ്ങൾ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പ്രോട്ടീനും നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി മിനറൽസ് നോക്കാം. മിനറൽസ് എന്ന് പറയുന്നത് ഏകദേശം 1-2% ഓഫ് ഫിഷ് ഫ്ലഷ് കോമ്പോസിഷൻ ആണ്. കോൺസെൻട്രേറ്റഡ് ഇൻ ഫിഷ് ബോൺസ്. മെയിനായിട്ട് മിനറൽസ് കാണപ്പെടുന്ന ഫിഷിൻ്റെ ബോൺസിലാണ്. പ്രിൻസിപ്പൽ മിനറൽസ് ഏതൊക്കെയാണ്? കാൽസ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം, സോഡിയം, ഫോസ്ഫറസ്, സൾഫർ, അയൺ, ക്ലോറിൻ, കോപ്പർ, മാംഗനീസ്, അയഡിൻ, ബ്രോമിൻ. ഇതെല്ലാമാണ് നമ്മുടെ മെയിനായിട്ടും പ്രിൻസിപ്പളായിട്ടുള്ള ഫിഷിൻ്റെ ബോൺസിൽ കാണപ്പെടുന്ന പ്രിൻസിപ്പൽ മിനറൽസ് എന്ന് പറയുന്നത്. അതുകൂടാതെ ട്രേസ് മിനറൽസും കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി വൈറ്റമിൻസ് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ലിവർ എന്ന് പറയുന്നത് റിച്ച് ഇൻ B12 ആണ്. B12 ആൻഡ് വൈറ്റമിൻ B12 ആൻഡ് B കോംപ്ലക്സ് ആണ്. ലിവർ എന്ന് പറയുന്നത് റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ B12 ആൻഡ് B കോംപ്ലക്സ് ആണ്. അതുകൂടാതെ തന്നെ വൈറ്റമിൻ എയും ഡിയും അടങ്ങിയിട്ടുണ്ട്. എ ആൻഡ് ഡി എന്ന് പറയുന്നത് ഇന്നർ ഓർഗൻസ് ഓഫ് ദി ബോഡിയിലാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻ ബി എന്ന് പറയുന്നത് ലിവർ, ഐസ്, സ്കിൻ, കിഡ്നി, സ്പ്ലീൻ ആൻഡ് ഇൻറ്റസ്റ്റൈൻസിലൊക്കെ ഇത് വൈറ്റമിൻ ബി കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈൽസ് ആർ റിച്ച് ഇൻ വൈറ്റമിൻ എ, മാക്കറൽ ഇൻ വൈറ്റമിൻ ഡി. ഓക്കെ, ഈൽസ് എന്നൊക്കെ എന്ന് പറയുന്നത് വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള സോഴ്സാണ്. ഓക്കെ, ഇനി വൈറ്റമിൻ എയും ഡിയും ആൻഡ് ഇ നമുക്കറിയാം. മെയിനായിട്ട് നമുക്ക് വൈറ്റമിൻസിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫാറ്റ് സോലുബിൾ എന്നും വാട്ടർ സോലുബിൾ എന്നും. ഓക്കെ, അപ്പോൾ ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ, ഡി ആൻഡ് ഇ. അതുപോലെ തന്നെ എന്താണ്, വൈറ്റമിൻസ് ഓഫ് ബി ഗ്രൂപ്പ് എന്ന് പറയുന്നത് എല്ലാം തന്നെ വാട്ടർ സോലുബിൾ ആണ്. അതുപോലെ തന്നെ വൈറ്റമിൻ സിയും വാട്ടർ സോലുബിൾ ആണ്. പക്ഷേ നമ്മുടെ ഫിഷിൻ്റെ കേസിൽ വൈറ്റമിൻ സി കാണപ്പെടുന്നില്ല. ഇവർക്ക് മെയിനായിട്ട് വൈറ്റമിൻ എ, ഡി, ഇ അതുപോലെ തന്നെ വൈറ്റമിൻ ബി ആണ് കാണപ്പെടുന്നത്. ഇനി ന്യൂട്രീഷണൽ വാല്യൂ ഓഫ് റോ ഫിഷ് എടുക്കുവാണെങ്കിൽ ന്യൂട്രീഷണൽ വാല്യൂ ഓഫ് ഫിഷ് മീറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ മീറ്റ് ഓഫ് കാറ്റിൽ. ഇപ്പം നമുക്കറിയാം അല്ലേ, എന്താണ് എന്നിപ്പം ബീഫ് അല്ലെങ്കിൽ മട്ടൺ അതിലൊക്കെ ഉള്ളതിനേക്കാളും കൂടുതൽ നല്ലത്. കാരണം എന്താണ്, എസെൻഷ്യൽ ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സും അമിനോ ആസിഡ്സും എല്ലാം തന്നെ അടങ്ങിയിരിക്കുന്നത് നമുക്ക് ഫിഷിൻ്റെ മീറ്റിലാണ്. അപ്പം അവരെക്കാളും കുറച്ചും കൂടെ ന്യൂട്രീഷണൽ ക്വാളിറ്റി കൂടിയ മീറ്റാണ് ഫിഷിൻ്റെ മീറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ലെസ് സ്ട്രോമ പ്രോട്ടീൻ ഇൻ ഫിഷിൽ സ്ട്രോമ പ്രോട്ടീൻ കുറവാണ്. എക്സലൻറ്റ് സോഴ്സ് ഓഫ് ഓൾ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് നീഡഡ് ഇൻ ഡയറ്റ്. ഓക്കെ, 300 gram ഓഫ് ഫിഷ് എടുക്കുകയാണെങ്കിൽ ഹാഫ് ഓഫ് ദി ടോട്ടൽ പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് റിക്വയർമെൻറ്റ് ആൻഡ് 1/4 ഓഫ് കാലറീസ് നീഡഡ് ഇൻ ബാലൻസ്ഡ് ഡയറ്ററി ഡയറ്റ്. അപ്പോൾ 300 grams ഓഫ് ഫിഷ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ ഹാഫ് പാർട്ട് നമുക്ക് ടോട്ടൽ പ്രോട്ടീനായിട്ട് കിട്ടും, ഫാറ്റ് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് ആവശ്യമായുള്ള ഡയറ്റിനെ ബാലൻസ് ചെയ്യുന്ന അത്രയുള്ള കാലറീസും
ഇത്രയും ഒരു ഗ്രാംസ് ഓഫ് ഫിഷിൽ നിന്ന് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ദിസ് എമൗണ്ട് ഓൾസോ പ്രൊവൈഡ് 50% ഓഫ് ഫോസ്ഫറസ്, 30% iron, 100% vitamin A, 30% B1 and B2 and 50 to 100% of niacin prepared. അതുപോലെ തന്നെ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആയിട്ട് അതുപോലെ തന്നെ നിയാസിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ B3 എന്നാണ് അതിൻ്റെ പേര്. നിയാസിൻ എന്ന് പറയുന്ന വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു വൈറ്റമിനാണ്. അപ്പോൾ ആ വൈറ്റമിൻ ഏകദേശം 50 to 100% ഫിഷ് മീറ്റിൽ അടങ്ങിയിട്ടുണ്ട്. നിയാസിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് പെലാഗ്ര എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ അതുപോലെ തന്നെ ന്യൂട്രീഷണൽ വാല്യൂ ഓഫ് പ്രിസർവ്ഡ് ആൻഡ് പ്രോസസ്ഡ് ഫിഷ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ. ഇത് ഞാൻ ഇത്രയും പറഞ്ഞത് ഞാൻ റോ ഫിഷിൻ്റെ കേസാണ് പറഞ്ഞത്. ഇനി നമ്മൾ പ്രിസർവ്ഡ് ആൻഡ് പ്രോസസ്ഡ് ഫിഷിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ നോക്കുവാണെങ്കിൽ exudation causes 4% loss in protein. Water soluble vitamins are also lost. അപ്പോൾ നമുക്ക് അറിയാം പ്രോസസ്ഡ് ഫിഷ് ആകുമ്പോൾ അല്ലെങ്കിൽ പ്രിസർവ്ഡ് ഫിഷ് ആകുമ്പോൾ കുറേ പ്രോട്ടീൻസ് ഒക്കെ ലോസ് ആയി പോവും. അതുപോലെ തന്നെ വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് കുറേയൊക്കെ ലോസ് ആയി പോകും. അതുപോലെ തന്നെ കുക്കിംഗ് അറ്റ് 60% കോസസ് ലോസ് ഇൻ വെയിറ്റ് ഡ്യൂ ടു വാട്ടർ ലോസ്. വാട്ടർ ലോസ് മെയിനായിട്ട് നടക്കുന്നത് കുക്ക് ചെയ്യുമ്പോഴാണ് അല്ലേ. ഫ്രൈയിങ് കോസസ് ഹെവി ലോസ് ഓഫ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രിസർവ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് വൈറ്റമിൻസും വാട്ടർ കണ്ടൻറ്റും എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സ് എല്ലാം തന്നെ ലോസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. അത് കൂടാതെ തന്നെ സ്റ്റീം അല്ലെങ്കിൽ പ്രഷർ കുക്കറൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്താണ് പ്രോട്ടീൻസും മിനറൽസും എല്ലാം തന്നെ നഷ്ടപ്പെടുന്നുണ്ട്. ക്യാനിങ് ഡസൻ അഫക്ട് പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് ആൻഡ് ഹീറ്റ് സ്റ്റേബിൾ വൈറ്റമിൻസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഏത് പ്രോസസ്ഡ് ഫിഷിനാണ് അല്ലെങ്കിൽ ഏത് പ്രോസസ്ഡ് മീറ്റിനാണ് പ്രോട്ടീനോ ഫാറ്റോ ഹീറ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള വൈറ്റമിൻസോ ലോസ് ചെയ്യാത്ത ഏത് പ്രോസസ്ഡ് ഫുഡാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം ക്യാൻഡ് ഫുഡാണ് അല്ലേ. ക്യാനിങ് വഴി പ്രിസർവ് ചെയ്യുന്ന ഫുഡാണെങ്കിൽ അതിൽ നമുക്ക് പ്രോട്ടീൻ നഷ്ടപ്പെടുന്നില്ല, ഫാറ്റ് കണ്ടന്റ് നഷ്ടപ്പെടുന്നില്ല, അതുപോലെ തന്നെ ഹീറ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് നമുക്ക് നഷ്ടപ്പെടാതെ കിട്ടും. ഓക്കെ, ക്യാനിങ് കോസസ് കൺസിഡറബിൾ ലോസസ് ഇൻ വൈറ്റമിൻ ബി, സി, പാൻറ്റോത്തനിക് ആസിഡ് ആൻഡ് ടെറോലി ഗ്ലൂട്ടാമിക് ആസിഡ്. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് വൈറ്റമിൻസൊക്കെ ക്യാനിങ് വഴി നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും മറ്റുള്ള പ്രോസസ്ഡ് മെത്തേഡ്സിനനുസരിച്ച് ക്യാനിങ്ങിൽ നമുക്ക് പ്രോട്ടീൻ ആയാലും ഫാറ്റ് ആയാലും ഹീറ്റ് സ്റ്റേബിളുള്ള വൈറ്റമിൻസിനെയൊക്കെ ഒരുവിധം വരെ നമുക്ക് പ്രിസർവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സാൾട്ടിങ്ങിലൂടെ നമുക്ക് ഏകദേശം 1 to 5% ആണ് പ്രോട്ടീൻ നഷ്ടമാകുന്നത്. സ്മോക്കിംഗ് ആണെങ്കിലോ 8 to 30% ലോസ് ഇൻ പ്രോട്ടീൻ. ഓക്കെ, ഇത്രയാണ് നമ്മൾ പ്രിസർവ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ ഫുഡിൻ്റെ ആ ന്യൂട്രീഷണൽ വാല്യൂ എങ്ങനെയാണ് കുറയുന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഫ്രീസിങ് അതുപോലെ തന്നെ ലയോഫിലൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഫുഡ് പ്രിസർവേഷൻ, ഫിഷ് പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകം നമുക്ക് പഠിക്കാനുണ്ട്. ജസ്റ്റ് ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് വൈറ്റമിൻ്റെ ന്യൂട്രീഷണൽ കോമ്പോസിഷണൽ വേരിയേഷൻ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ മെത്തേഡ്സ് പറയുകയാണ്. ഓക്കെ, ഫ്രീസിങ്ങിന് ലയോഫിലൈസേഷന് യൂസ് ചെയ്യുകയാണെങ്കിൽ വൈറ്റമിൻ ഇ മാത്രമേ നമുക്ക് നഷ്ടപ്പെടുന്നുള്ളൂ. എൻകറേജ് റാൻസിഡിറ്റി ഓഫ് ഫാറ്റ് ആൻഡ് ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻസ്. അപ്പം ഫാറ്റൊക്കെ ഉണ്ടെങ്കിൽ റാൻസിഡിറ്റി സംഭവിക്കും. ഇനി പറയത്തില്ലേ റാൻസിഡിറ്റി എന്ന് പറയുമ്പം ഈ എണ്ണയൊക്കെ ഇങ്ങനെ ചീത്തയാകുമ്പം കനയ്ക്കുക എന്നൊക്കെ പറയത്തില്ല, അതാണ് റാൻസിഡിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ചീത്ത സ്മെല്ലും ടേസ്റ്റ് വ്യത്യാസമൊക്കെ സംഭവിക്കും. അതുപോലെ തന്നെ പ്രോട്ടീനും ഡീനേച്ചേർഡ് ആയിട്ട് പോകും. അൺഡിസൈഡഡ് ലുക്ക് റെഡ്യൂസസ് അക്സെപ്റ്റബിലിറ്റി ഓഫ് ദി പ്രോഡക്റ്റ് ഓൾദോ ദർ ഈസ് നോ ആക്ച്വൽ ലോസ് ഓഫ് പ്രോട്ടീൻസ്. അപ്പം നമ്മൾ ഫ്രീസിങ് ലയോഫിലൈസേഷനും വഴി യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ അതൊന്നും ആ പ്രോഡക്റ്റ് വളരെ അട്രാക്റ്റീവ് ആവത്തില്ല. അതുപോലെ തന്നെ ഒരുപാട് പ്രോട്ടീനൊന്നും ലോസ്റ്റ് ആവുന്നില്ല എന്നെങ്കിൽ കൂടി നമുക്കത് ആ ഫുഡ് ഉള്ളൊരു ഡിസൈഡ് ലുക്കും ഒക്കെ നഷ്ടപ്പെടും. ഓക്കെ, കൂടാതെ തന്നെ ഫാറ്റ് ഒക്കെ ഉള്ള ഫുഡാണെങ്കിൽ ഫാറ്റ് കണ്ടൻറ്റ് കൂടിയ ഫിഷ് ആണെങ്കിൽ റാൻസിഡിറ്റിയും ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻസും ഒക്കെ സംഭവിക്കും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ കോമ്പോസിഷൻ ഓഫ് റോ ഫിഷ്. അതുപോലെ തന്നെ നിങ്ങളത് മെയിനായിട്ട് നോക്കുക, കോമ്പോസിഷൻ ഓഫ് റോ ഫിഷ് നന്നായിട്ട് നോക്കുക. അതുകൂടാതെ പ്രോസസ്ഡ് ഫുഡ് യൂസ് ചെയ്യുമ്പോൾ ഈ പ്രോസസ്ഡ് ഫുഡിൽ എന്തൊക്കെ ന്യൂട്രീഷൻസ് ആണ് നമുക്ക് നഷ്ടപ്പെടുന്നതെന്നും കൂടെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ്, സബ് ടോപ്പിക്കാണ് സ്പോയിലേജ് ഓഫ് ഫിഷ് ആൻഡ് ഫിഷറി പ്രോഡക്ട്സ്. അപ്പോൾ സ്പോയിലേജ് ഫിഷസിലെയും ഫിഷറീസ് പ്രോഡക്ട്സിൻ്റെയൊക്കെ സ്പോയിലേജ് നോക്കാം. ഓക്കെ,
അപ്പോൾ എന്താണ് സ്പോയിലേജ് എന്നുണ്ടെന്ന് ഉദ്ദേശിക്കുന്നത്? പ്രോസസ് ഓഫ് സ്പോയിലേജ്. ഓക്കെ, നമുക്കറിയാം ഫിഷ് എന്ന് പറയുന്നത് വളരെ ഹൈലി ന്യൂട്രിറ്റീവ് ആയിട്ടുള്ള, വളരെയധികം എന്താണ് വാട്ടർ കണ്ടൻറ്റും പ്രോട്ടീനും ഫാറ്റും ഒക്കെ ഉള്ളൊരു ഫുഡാണെന്ന് നമുക്കറിയാം. സോ ദ സ്പോയിലേജ് ഓഫ് ഫിഷ് ഈസ് എ complicated process brought about by actions of enzymes, bacteria and chemical constituents. അപ്പം ഈ ഫിഷിൻ്റെ സ്പോയിലേജ് എന്ന് പറയുന്നത് മെയിനായിട്ടും എന്താണ്, അതിനകത്തുള്ള എൻസൈംസിൻ്റെ ആക്ഷൻ വഴി, അതുപോലെ തന്നെ ബാക്ടീരിയ മൈക്രോ ഓർഗാനിസംസിൻ്റെ ആക്ഷൻ വഴി, അതുപോലെ തന്നെ കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ ആക്ഷൻ വഴിയൊക്കെയാണ് സ്പോയിലേജിന് ഫിഷ് മെയിനായിട്ട് നടക്കുന്നത്. ദ സ്പോയിലേജ് പ്രോസസ് സ്റ്റാർട്ട്സ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഫിഷ്. അപ്പം ഫിഷിൻ്റെ ഡെത്തിന് ശേഷമാണ് സ്പോയിലേജ് എന്ന് പറയുന്ന സംഭവം, ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന അറിയാലോ. ചെയ്യുക എന്നാണ് സ്പോയിലേജിൻ്റെ ആ ഒരു വേർഡ് മീനിങ്. ദ പ്രോസസ് ഇൻവോൾവ്സ് 3 സ്റ്റേജസ്. അപ്പം നമുക്കറിയാം ഒരു ഫിഷ് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ് ആകട്ടെ, അത് അയാൾ മരിച്ചു കഴിയുമ്പോഴാണ് എന്താണ് അയാളുടെ ദേഹമൊക്കെ ചെയ്യാൻ തുടങ്ങുന്നത്. കാരണം എന്താണ്, അവരുടെ ബ്ലഡ് സർക്കുലേഷൻ എല്ലാം നിലയ്ക്കും, അതുപോലെ തന്നെ ഓക്സിജൻ സപ്ലൈ എല്ലാം നിലയ്ക്കും. അപ്പോൾ എന്താണ് അനൈറോബിക് ആയിട്ടുള്ള ബാക്ടീരിയാസ് അതുപോലെ തന്നെ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ബോഡിയിൽ ഗ്രോ ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് സ്പോയിലേജ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് ഈ സ്പോയിലേജ് പ്രോസസ്സിന് 3 സ്റ്റേജസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? റിഗർ മോർട്ടീസ്, ഓട്ടോലൈസിസ്, ബാക്ടീരിയൽ ഇൻവേഷൻ ആൻഡ് പ്യൂട്രിഫാക്ഷൻ. അങ്ങനെ 3 സ്റ്റേജസ് ആണ് നമ്മളുടെ സ്പോയിലേജിന് ഉള്ളത്. ഇതിൽ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിൽ തന്നെ നമ്മൾ പറഞ്ഞു പ്രോസസ് ഓഫ് എന്താണ് സ്പോയിലേജ് ഇൻവോൾവ്സ് 3 സ്റ്റേജസ്: റിഗർ മോർട്ടീസ്, ഓട്ടോലൈസിസ്, ബാക്ടീരിയൽ ഇൻവേഷൻ ആൻഡ് പ്യൂട്രിഫാക്ഷൻ. സ്പോയിലേജ് ഈസ് ദ റിസൾട്ട് ഓഫ് 3 സെപ്പറേറ്റ് പ്രോസസ്. അതുപോലെ തന്നെ ഈ സ്പോയിലേജ് എന്ന് പറയുന്ന കുറച്ച് പ്രോസസ്സുകളുടെയും കൂടെ ഫലമായിട്ടും ഉണ്ടാവാറുണ്ട്. എന്തൊക്കെയാണ്? എൻസൈമാറ്റിക് സ്പോയിലേജ്, ഈ ഫിഷിൻ്റെ മസിൽസിലുള്ള എൻസൈംസിൻ്റെ ആക്ഷൻ വഴി സ്പോയിലേജ് ഉണ്ടാകാം. അതുപോലെ തന്നെ മെക്കാനിക്കൽ ഡാമേജ്, മെക്കാനിക്കലായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ എവിടെയെങ്കിലും ഫ്ലഷ് എന്തെങ്കിലും മുറിയോ കട്ടുണ്ടാവുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മെക്കാനിക്കൽ ഡാമേജ് ആ വൂണ്ടിലൂടെ മൈക്രോ ഓർഗാനിസിനുള്ളിൽ കയറിയിട്ട് സ്പോയിലേജ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ബാക്ടീരിയൽ ആക്ഷൻ അല്ലേ, ബാക്ടീരിയ മൈക്രോ ഓർഗാനിസംസ് എല്ലാം തന്നെ ഡെഡായിട്ടുള്ള ഫ്ലഷിൽ വളരെ നമുക്കറിയാം അതിൻ്റെ കാരണമാകാം. അല്ലെങ്കിൽ കെമിക്കൽ ഡീകമ്പോസിഷൻ, ഓക്സിഡേഷൻ വഴിയൊക്കെ നമുക്ക് സ്പോയിലേജിനും കാരണമാകാം. ഇതിൽ മെയിനായിട്ടുള്ള 3 സ്റ്റേജസ് ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്: റിഗർ മോർട്ടീസ്, ഓട്ടോലൈസിസ്, ബാക്ടീരിയൽ ഇൻവേഷൻ ആൻഡ് പ്യൂട്രിഫാക്ഷൻ. അപ്പോൾ നമുക്ക് റിഗർ മോർട്ടീസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ റിഗർ മോർട്ടീസ് എന്ന് പറയുന്നത്, റിഗർ മോർട്ടീസ് ഈസ് എ ഫിസിക്കൽ എഫക്റ്റ് ഓൺ ദ മസിൽ ടിഷ്യൂ ഓഫ് ഫിഷ് കോസ്ഡ് ബൈ കെമിക്കൽ ചേഞ്ചസ് ഫോളോയിങ് ഡെത്ത്. അപ്പോൾ ഒരു ഫിഷ് ആയിക്കോട്ടെ, ഏതൊരു ഓർഗാനിസംസ് മരിച്ചാലും എന്താണ് ഒരു ഫിസിക്കൽ മസിലിൽ നിന്നുള്ള ഒരു ഫിസിക്കൽ ഒരു എഫക്റ്റ്, ആ മസിലിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനും ഓക്സിജനും ഒന്നും കിട്ടാതെ മസിൽ ഒരു സ്റ്റിഫായിട്ട് മാറും. ആ ഒരു പ്രോസസ്സിനാണ് റിഗർ മോർട്ടീസ് എന്ന് പറയുന്നത്. യൂഷ്വലി നടക്കുന്നത് ആഫ്റ്റർ ഡെത്ത് ആണ്. ഓക്കെ, ഇൻ ലൈവ് ഫിഷ് ദ ഗ്ലൈക്കോജൻ പ്രസൻറ്റ് ഇൻ ദ മസിൽ ഈസ് കൺവേർട്ടഡ് ടു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ആഫ്റ്റർ സപ്ലൈ ഓക്സിജൻ ടു ദ സെൽ. അപ്പോൾ ലൈവ് ഫിഷിൽ ഈ ഗ്ലൈക്കോജൻ എന്ന് പറയുന്ന മസിലിലായിരിക്കും കാണപ്പെടുന്നത്. അതെന്താണ്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് മാറുകയാണ്, കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എപ്പോഴാണ്? ഓക്സിജൻ സെൽസിൽ എത്തുമ്പോഴാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. പക്ഷേ ഒരു ഫിഷിൻ്റെ ഡെത്ത്, ആഫ്റ്റർ ഡെത്ത് ഓഫ് ദി ഫിഷ്, എൻസൈംസ് പ്രസൻറ്റ് ഇൻ ദ മസിൽ കൺവേർട്ട്സ് ഗ്ലൈക്കോജൻ ഇൻറ്റു ലാക്റ്റിക് ആസിഡ്. അപ്പം ഫിഷ് മരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ബ്ലഡ് സർക്കുലേഷൻ ഇല്ല, അതുകൊണ്ട് തന്നെ സെൽസിലൊന്നും ഓക്സിജൻ എത്തത്തില്ല. അപ്പോൾ അതിന് മസിൽസിൽ പ്രസൻ്റ് ആയിട്ടുള്ള സർട്ടൻ എൻസൈംസ് ഉണ്ട്. ഈ എൻസൈംസ് ഈ ഗ്ലൈക്കോജനെ ലാക്റ്റിക് ആസിഡായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ലാക്റ്റിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്താണ്, മസിലിൻ്റെ pH കുറയും അല്ലേ, ലാക്റ്റിക് ആസിഡ് അല്ലേ, അപ്പം മസിൽ pH കുറയുകയും ചെയ്യും. ദ ഫോർമേഷൻ ഓഫ് ദി ലാക്റ്റിക് ആസിഡ് കണ്ടിന്യൂസ് ടിൽ ദ സപ്ലൈ ഓഫ് ഗ്ലൈക്കോജൻ ഈസ് കംപ്ലീറ്റ്ലി യൂസ്ഡ് അപ്പ്. അപ്പോൾ മരിച്ച ഒരു ഫിഷിൻ്റെ ബോഡി എടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഈ പ്രോസസ്സ് ഓഫ് ഫോർമേഷൻ ഓഫ് ലാക്റ്റിക് ആസിഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. എപ്പോൾ വരെയാണ്? ഈ ഗ്ലൈക്കോജൻ കംപ്ലീറ്റ്ലി യൂസ്ഡ് അപ്പ് ആവുന്നവരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് റിഗർ മോർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിഗർ മോർട്ടീസും എന്തിൻ്റെ ഒരു ഭാഗമാണ്? ഈ സ്പോയിലേജിൻ്റെ
ഒരു ഭാഗമാണ്. 3 സ്റ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒരു സ്റ്റേജാണ് സ്പോയിലേജിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് എന്തെന്ന് പറയുന്നത് റിഗർ മോർട്ടീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റേജാണ് ഓട്ടോലൈസിസ് എന്ന് പറയുന്നത്. ഓട്ടോലൈസിസ് എന്താണെന്ന് നോക്കാം. ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് റിഗർ മോർട്ടീസ് ദ മസിൽ സ്റ്റിഫ്നെസ് ഗ്രാജുവലി ഡിക്രീസസ് അക്കമ്പനീഡ് ബൈ ഇൻക്രീസിങ് pH എൻഡിങ് അപ്പ് ഇൻ സോഫ്റ്റനിങ് ഓഫ് മസിൽ. അപ്പം റിഗർ മോർട്ടീസിൻ്റെ സമയത്ത് മസിൽ pH എന്തായിരിക്കും? കുറവായിരിക്കും അല്ലെ, ലാക്റ്റിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്യുന്ന കാരണം. അപ്പം ഈ റിഗർ മോർട്ടീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മസിലൊക്കെ എന്താണ് സ്റ്റിഫ്നെസ് കുറഞ്ഞിട്ട് ഗ്രാജുവലി അതൊരു സോഫ്റ്റ് ആയിട്ട് മാറും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മസിലിൻ്റെ pH പിന്നീട് കൂടും. ഓക്കെ, അപ്പം മസിൽ കുറച്ചും കൂടെ സോഫ്റ്റൻ തുടങ്ങും. ദിസ് ഈസ് ഫോളോഡ് അപ്പ് ബൈ ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻസ് ആൻഡ് എൻസൈംസ്. അപ്പോൾ ഈ ഒരു മസിൽ സോഫ്റ്റൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എന്താ പ്രോസസ്സ് എന്ന് വെച്ചാൽ അവിടെയുള്ള പ്രോട്ടീൻസും എൻസൈംസും എല്ലാം തന്നെ ബ്രേക്കപ്പ് ബ്രേക്ക് ഡൗൺ ആവാൻ തുടങ്ങും. പിന്നെ ദ പ്രോസസ് ഈസ് കോൾഡ് ഓട്ടോലൈസിസ്. അങ്ങനെ അവിടെയുള്ള മസിലുള്ള പ്രോട്ടീനും എൻസൈംസും ഒക്കെ ബ്രേക്ക് ഡൗൺ ആവുന്ന ഒരു പ്രോസസ്സിനെയാണ് ഓട്ടോലൈസിസ് എന്ന് പറയുന്നത്. Internal breakdown of the structure of the protein and fats due to a complex series of reaction by enzymes. ഇവിടെയും മെയിൻ റോൾ എന്ന് പറയുന്നത് എൻസൈംസിന് തന്നെയാണ്. എന്താണ്? ഈ പ്രോട്ടീൻസിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സ്, അതായത് അമിനോ ആസിഡ്സിൻ്റെ ബോൺസ് ആണല്ലോ ഇൻ ബിറ്റ്വീൻ ഉള്ളത് അല്ലെ, പെപ്റ്റൈഡ് ബോൺസിനെ എല്ലാം ഈ മസിൽസിലുള്ള എൻസൈംസ് ബ്രേക്ക് ചെയ്യും. അങ്ങനെയാണ് ഓട്ടോലൈസിസ് നടക്കുന്നത്. ഓട്ടോലൈസിസ് ഓഫ് പ്രോട്ടീൻ സ്റ്റാർട്ട്സ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ റിഗർ ആൻഡ് ക്രിയേറ്റ്സ് ഫേവറബിൾ കണ്ടീഷൻ ഫോർ ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ. അപ്പം ഈ ഓട്ടോലൈസിസ് കഴിഞ്ഞാലുള്ള നെക്സ്റ്റ് പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് ബാക്ടീരിയയ്ക്കൊക്കെ അവിടെ ഗ്രോ ചെയ്യാനുള്ളൊരു കണ്ടീഷൻ ഉണ്ടാക്കും അല്ലേ. പ്രോട്ടീനിൻ്റെ ഓട്ടോലൈസിസിൻ്റെ കാരണമായിട്ട് എന്ത് ചെയ്യും? ഒരു ഫേവറബിൾ കണ്ടീഷനാണ് അവിടെ ഉണ്ടാക്കുന്നത്. എന്തിനും മൈക്രോ ഓർഗാനിസംസിനും ബാക്ടീരിയയ്ക്കും ഒക്കെ അവിടെ വളരാനായിട്ടുള്ള ഫേവറബിൾ കണ്ടീഷൻസ് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയാണ് ഓട്ടോലൈസിസ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ സ്റ്റേജാണ് ഓട്ടോലൈസിസ് എന്ന് പറഞ്ഞാൽ. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? അൺഫേവറബിൾ ആയിട്ടുള്ള ബാക്ടീരിയാസ്, മൈക്രോ ഓർഗാനിസംസ് ഒക്കെ വളരെയാണ് മൂന്നാമത്തെ സ്റ്റേജിൽ സംഭവിക്കുന്നത്. നെക്സ്റ്റ് ബാക്ടീരിയൽ ഇൻവാഷൻ ആൻഡ് പ്യൂട്രിഫാക്ഷൻ നോക്കാം. The freshly caught fish will be almost free from bacteria, but the surface limb, gills and intestine may contain considerable load of bacteria. അപ്പോൾ നമുക്കറിയാം ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ഫിഷിലാണെങ്കിൽ കുറച്ച് എമൗണ്ട് ബാക്ടീരിയ കാണത്തുള്ളൂ. പക്ഷേ എന്താണ് അവരുടെ സർഫസ് സ്ലിമ്മിലും അതുപോലെ ഗിൽസിലും ഇൻറ്റസ്റ്റൈനിലും എല്ലാം തന്നെ അവരുടെ നോർമൽ മൈക്രോ ബയോട്ട ഉണ്ടായിരിക്കും. പക്ഷേ എപ്പോഴാണ് ഫിഷ് ഡെഡ് ആവുന്നത്? ഈ ബാക്ടീരിയ എന്ത് ചെയ്യും? സ്റ്റാർട്ട് അറ്റാക്കിംഗ് ദ ഫ്ലഷ്, കോസിങ് സ്പോയിലേജ് ആൻഡ് പ്രൊഡ്യൂസ് അൺഡിസൈറബിൾ കോമ്പൗണ്ട്സ്. എപ്പോഴാണ് ഈ ഫിഷ് ഡെഡ് ആവുന്നത്? അപ്പോൾ തൊട്ട് ഈ നോർമലുള്ള ഈ ബാക്ടീരിയാസൊക്കെ അവൻ്റെ ഫിഷിൻ്റെ ഫ്ലഷിലും എല്ലാം അറ്റാക്ക് ചെയ്തിട്ട് അത് സ്പോയിലേജിന് കാരണമാവും. കാരണം അൺഡിസൈറബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. The nature and the type of bacteria present in a fish depends upon the water from where it is caught and methods used for handling of the fish after the caught. അപ്പം ഏത് തരത്തിലുള്ള ബാക്ടീരിയയാണ് ഈ ഫിഷിലുള്ളത് എന്നുള്ളത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഏത് വാട്ടറിൽ നിന്നാണ് അതിനെ കോട്ട് ചെയ്തത്, അതുപോലെ എന്തെല്ലാം മെത്തേഡ്സിലാണ് അവരെ ഹാൻഡിൽ ചെയ്തത് എന്നതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഇപ്പം മെയിനായിട്ടും ഇമ്പോർട്ടൻ്റ് സ്റ്റേജസ് brought out by the action of bacteria in fish are as follows. അപ്പോൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ബാക്ടീരിയ ഈ ഫിഷിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്പോയിലേജിൻ്റെ ഭാഗമായിട്ട് റിഡക്ഷൻ ഓഫ് TMAO to TMA. അപ്പോൾ മറൈൻ ഫിഷ് കണ്ടെയ്ൻസ് small percentage of odorless TMAO which is reduced to an offensive smelling TMA by the action of bacteria. മറൈൻ ഫിഷിലാണെങ്കിൽ ചെറിയ എമൗണ്ട് ഓഫ് TMAO എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് ഉണ്ട്. അതെന്ത് ചെയ്യും? ഇതൊരു ഓർഡർലെസ് ആയിട്ടുള്ള കോമ്പൗണ്ടാണ്. പക്ഷേ എന്ത് ചെയ്യും? ഇവർ സ്പോയിലേജിൻ്റെ സമയത്ത് ഈ കോമ്പൗണ്ട് TMA ആയിട്ടുള്ള ഒരു ഒഫെൻസീവ് ആയിട്ടുള്ള സ്മെല്ലിംഗ് കോമ്പൗണ്ടായിട്ട് മാറും. അതുപോലെ തന്നെ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ബ്രേക്ക് ഡൗൺ ഓഫ് അമിനോ ആസിഡ്സ് ആൻഡ് ഫോർമേഷൻ ഓഫ് പ്രൈമറി അമൈൻസ് ആണ് നെക്സ്റ്റ് പ്രോസസ്സ് വിച്ച് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ബാക്ടീരിയ. അപ്പോൾ ബാക്ടീരിയ ചെയ്യുന്ന നെക്സ്റ്റ് പ്രോസസ്സാണ് ബ്രേക്ക് ഡൗൺ ഓഫ് അമിനോ ആസിഡ്സ് ആൻഡ് ഫോർമേഷൻ ഓഫ് പ്രൈമറി അമൈൻസ്. ദ ബാക്ടീരിയൽ ആക്ഷൻ ഓഫ് അമിനോ ആസിഡ്സ് പ്രസൻറ്റ് ഇൻ ദ ഫിഷ് മസിൽ ലീഡ്സ് ടു ഫോർമേഷൻ ഓഫ് പ്രൈമറി അമൈൻസ്. ഓക്കെ, സോ നെക്സ്റ്റ് പ്രോസസ്സ് ബ്രേക്ക് ഡൗൺ ഓൺ യൂറിയയുടെ ബ്രേക്ക് ഡൗൺ ആണ് ജസ്റ്റ് next process. The high concentration of urea in the flesh of some fishes is degraded
ടു അമോണിയ. അപ്പം ഈ യൂറിയയെ എന്തായിട്ട് മാറ്റുക ചെയ്യുന്നത്? അമോണിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ആരാണിത് ചെയ്യുന്നത്? മൈക്രോ ഓർഗാനിസംസ്. ഓക്കെ. ദ ഫോർമേഷൻ ഓഫ് അമോണിയ ഈസ് അക്കമ്പനീഡ് ബൈ ദ ഒഫൻസീവ് ഓർഡർ. അപ്പോൾ അമോണിയ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഫിഷ് സ്പോയിൽ ആകുമ്പോൾ ഒരു ഒഫൻസീവ് ആയിട്ടുള്ള സ്മെല്ലുണ്ടാകുന്നത്. ഓക്കെ. മറൈൻ ഫിഷിലാണെങ്കിൽ അതിന് മെയിൻ കാരണം TMA എന്ന് പറയുന്ന കോമ്പൗണ്ടാണ്. ബാക്ടീരിയ കോസിങ് സ്പോയിലേജിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാക്ടീരിയ ഉണ്ടല്ലേ. അപ്പോൾ അറ്റ് ചില്ലിങ് ടെമ്പറേച്ചറിലാണെങ്കിൽ ഏതൊക്കെ ബാക്ടീരിയയാണ് സ്പോയിലേജിന് കാരണമാകുന്നതെന്ന് നോക്കാം. മെയിനായിട്ടും സ്യൂഡോമോണാസ്, അക്രമോബാക്ടർ, ഫ്ലാവോ ബാക്ടീരിയ ആണ് ചില്ലിങ് ടെമ്പറേച്ചറിൽ സ്പോയിലിങ്ങിന് കാരണം. ഓർഡിനറി ടെമ്പറേച്ചർ ആകുമ്പോൾ എസ്കറീഷ്യ, പ്രോട്ടിയസ്, സെറേഷ്യ, സാർസിന, ക്ലോസ്ട്രിഡിയം ഒക്കെയാണ് ഓർഡിനറി ടെമ്പറേച്ചറിലുള്ള ഫുഡ് സ്പോയിലേജിന് കാരണം. ഈ ക്ലോസ്ട്രിഡിയം ഒക്കെയാണെന്ന് പറയുന്നത് എന്താണ്, സമ്മർ സീസണിലാണ് കൂടുതലായിട്ടും ഫുഡ് ബോൺ ഡിസീസൊക്കെ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ അത് മോഡറേറ്റ് ടെമ്പറേച്ചറിലാണ് അത് സ്പോയിലേജ് കോസ് ചെയ്യുന്നത്. ഹൈ ടെമ്പറേച്ചറിലാകുമ്പോൾ മെയിനായിട്ടും മൈക്രോകോക്കസും ബാസിലസും ആണ് സ്പോയിലേജിന് കാരണമാവുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്പോയിലേജ് ഓഫ് സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഫിഷസ് ആൻഡ് സീ ഫുഡ്സ് ആണ്. സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഫുഡ് ഫിഷസിൽ അല്ല സീ ഫുഡിലും ഒക്കെ ഉള്ള സ്പോയിലേജ് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ സാൾട്ട് ഫിഷ്. സാൾട്ട് ഫിഷ് എന്ന് പറയുമ്പോൾ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സാൾട്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിൽ ഗ്രോ ചെയ്യുന്നത് ഹാലോഫിലിക് ആയിട്ടുള്ള ബാക്ടീരിയ ആയിരിക്കും അല്ലേ. മെയിനായിട്ട് ഹാലോഫിലിക് ബാക്ടീരിയാസ് ഏതൊക്കെയാണ്? സെറേഷ്യ, മൈക്രോകോക്കസ്, ബാസിലസ്, അൽക്കാലിജീൻസ്, സ്യൂഡോമോണാസ് ഒക്കെയാണ് മെയിനായിട്ട് വരുന്ന ഹാലോഫിലിക് ആയിട്ടുള്ള ബാക്ടീരിയ. ദീസ് ബാക്ടീരിയ കോസസ് ഡിസ്കളറേഷൻസ്, എ റെഡ് കളർ ബീയിങ് കോമൺ. ഓക്കെ. ഒരു റെഡ് കളർ, അത് സാൾട്ട് ഫിഷിലാണ് മെയിനായിട്ടും കാണപ്പെടുന്നത്. സാൾട്ട് ഫിഷിലുള്ള ഒരു റെഡ് കളറേഷൻ മെയിനായിട്ടും കാരണം ഈ സെറേഷ്യയാണ് റെഡ് കളർ ഉണ്ടാക്കുന്ന ബാക്ടീരിയ. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് മോൾസ് ആണ്. മോൾസ് ആർ ദ ചീഫ് സ്പോയിലേജ് ഓർഗാനിസംസ് ഓൺ സ്മോക്കഡ് ഫിഷ്. സ്മോക്കഡ് ഫിഷിൽ, അതായത് ഈ പുകയ്ക്കത്തില്ലേ, പ്രിസർവേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഫിഷിനെയൊക്കെ പുകച്ചിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫിഷസിൽ കാണപ്പെടുന്ന മൈക്രോ ഓർഗാനിസമാണ് മോൾസ് എന്ന് പറയുന്നത്. പിന്നെ മാരിനേറ്റഡ്, അതായത് സോർ പിക്ഡ് അതായത് മാരിനേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് എന്താണ് പുളിയൊക്കെ ചേർത്ത്, പുളിയും ഉപ്പൊക്കെ ചേർത്ത് മാരിനേറ്റഡ് ആയിട്ടുള്ള ഫിഷസിൽ കാണപ്പെടുന്ന കുറച്ച് സ്പോയിലേജ് ഉണ്ട്. അത് മെയിനായിട്ട് ഇപ്പോൾ നമുക്കറിയാം മാരിനേറ്റഡ് ആകുമ്പോൾ അതിനകത്ത് ഒബ്വിയസ്ലി ആസിഡ് കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ എന്താണ് മെയിനായിട്ടും ആസിഡ് കണ്ടീഷനിൽ വളരുന്ന ബാക്ടീരിയ ആയിരിക്കും മെയിനായിട്ടും വളരുന്ന. അതിന് എക്സാമ്പിളാണ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. ഓക്കെ. അതുപോലെ തന്നെ ചിൽഡ് ഷ്രിംസിൽ കാണപ്പെടുന്നതാണ് ആക്ടിനോബാക്ടർ, മൊറാക്സെല്ല ആൻഡ് വിബ്രിയോ. പിന്നെ ക്രാബ് മീറ്റിൽ കാണപ്പെടുന്നതാണ് സ്യൂഡോമോണാസ്, അസിനോറ്റോബാക്ടർ, പ്രോട്ടിയസ് ഒക്കെ. റോ ലോബ്സ്റ്റേഴ്സിൽ കാണപ്പെടുന്നതാണ് സ്യൂഡോമോണാസ്, അൽക്കാലിജൻസ് ആൻഡ് ഫ്ലാവോ ബാക്ടീരിയം. ക്രാബ്സിലും ഓയിസ്റ്റേഴ്സിലും മേ കണ്ടെയ്ൻസ് സ്പീഷീസ് ഓഫ് വിബ്രിയോ ഇൻക്ലൂഡിങ് വിബ്രിയോ പാരൻകൈമോലിറ്റിക്കസ് ഒക്കെ കാണപ്പെടുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും സ്പോയിലേജിൽ ബാക്ടീരിയയിൽ മെയിനായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഫുഡിൽ വരുന്ന സീ ഫുഡിൻ്റെ ഒന്നും നിങ്ങൾക്ക് ഇല്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇത് നോക്കി വെച്ചാൽ മതി. ചില്ലിങ് ടെമ്പറേച്ചറിലുള്ളതും ഓർഡിനറി ടെമ്പറേച്ചറിൽ ഏതൊക്കെയാണ്, ഹൈ ടെമ്പറേച്ചറിൽ ഏതാണ്. മെയിനായിട്ടും സാൾട്ട് ഫിഷിൽ അതുപോലെ തന്നെ റെഡ് കളറേഷന് കാരണമാകുന്നത് സെറേഷ്യ ആണെന്നും കൂടെ ഓർത്ത് വച്ചിരിക്കുക. അപ്പോൾ കെമിക്കൽ ആക്ഷൻ ഞാൻ പറഞ്ഞില്ലായിരുന്നു. നമ്മൾ പറഞ്ഞു 3 പ്രോസസ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? റിഗർ മോർട്ടീസ് 3 സ്റ്റേജസ് ആണെന്ന് പറഞ്ഞു അല്ലേ. സ്പോയിലിങ്, റിഗർ മോർട്ടീസ് ഉണ്ട്, ഓട്ടോലൈസിസ് ഉണ്ട്, ബാക്ടീരിയൽ ആക്ഷൻ അഥവാ പിന്നെന്താണ് പ്യൂട്രിഫാക്ഷൻ അഥവാ കെമിക്കൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ കെമിക്കൽ ആക്ഷൻ എന്താണെന്ന് നോക്കാം. ദ മോസ്റ്റ് കോമൺ കെമിക്കൽ ആക്ഷൻ വിച്ച് കോസസ് സ്പോയിലേജ് ഈസ് ദ ഓക്സിഡേറ്റീവ് ആൻസിഡിറ്റി ഇൻ ഫാറ്റി ഫിഷസ്. നമ്മൾ പറഞ്ഞു ഫാറ്റി ഫിഷസിലൊക്കെ ഉണ്ടാകുന്ന സ്പോയിലേജ് എന്ന് പറയുന്നത് ഓക്സിഡേറ്റീവ് ആൻസിഡിറ്റി ആണ്. ദ ലെവൽസ് ഓഫ് പെറോക്സൈഡ് വാല്യൂ ആൻഡ് ഫ്രീ ഫാറ്റി ആസിഡ് കണ്ടന്റ് ബോത്ത് എ മെഷർ ഓഫ് ഓക്സിഡേറ്റീവ് ആൻസിഡിറ്റി. അപ്പം ഓക്സിഡേറ്റീവ് ആൻസിഡിറ്റിയുടെ മെഷറായിട്ട് യൂസ് ചെയ്യുന്ന പെറോക്സൈഡ് വാല്യൂവും അതുപോലെ തന്നെ എന്താണ് ഫ്രീ ഫാറ്റി ആസിഡിൻ്റെ കണ്ടന്റ് ഒക്കെയാണ്. ഓക്കെ.
പിന്നെ ദ സ്പോയിലേജ് ഇൻ ഫിഷ് ഈസ് അക്കമ്പനീഡ് ബൈ ദ ചേഞ്ച് ഇൻ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, സ്പോയിലേജ് എന്ന് പറയുമ്പോൾ ഫിഷിൽ നമുക്ക് മനസ്സിലാവുന്ന അതിൻ്റെ ഫിസിക്കലായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ വെച്ചിട്ടായിരിക്കും. ചേഞ്ച് ഇൻ കളർ, അതുപോലെ തന്നെ ടെക്സ്ചർ, ഓദർ, കളർ ഓഫ് ഐസ്, കളർ ഓഫ് ഗിൽസ്, സോഫ്റ്റ്നെസ് ഓഫ് മസിൽസ്, ബെല്ലി ബേർസ്റ്റിംഗ് ആർ സം ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്പോയിൽഡ് ഫിഷ്. സ്പോയിൽഡ് ഫിഷസിൽ വരുന്ന കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അവരുടെ ചേഞ്ച് ഇൻ കളറും ടെക്സ്ചറും ഓർഡറും ഫിഷ് ഐസിൻ്റെ കളറും അതുപോലെ തന്നെ എന്താണ് ഗിൽസിൻ്റെ കളറ്, സോഫ്റ്റ്നെസ് ഓഫ് മസിൽ, ബെല്ലി ബേർസ്റ്റിംഗ്, ഇതൊക്കെ സ്പോയിലേജ് ഓഫ് ഫിഷിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഈ ബെല്ലി ബേർസ്റ്റിങ്ങിന് കാരണം എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് എൻസൈംസ് ആണ്. ഓക്കെ, ഈ ഫിഷിൻ്റെ ഇൻഡസ്ട്രിയിലുള്ള ഡൈജസ്റ്റീവ് എൻസൈംസ് ആണ് ഈ ബെല്ലി ബേർസ്റ്റിങ്ങിന് കാരണമാകുന്നത്. ഇനി കോസറ്റീവ് ഫാക്ടേഴ്സ് ഓഫ് സ്പോയിലേജ്. അപ്പോൾ നമ്മളൊരു ബ്രോഡായിട്ട് നോക്കുകയാണെങ്കിൽ കോസറ്റീവ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്നുകൂടെ നോക്കാം. അതിന് മെയിനായിട്ടും ഹൈ മോയ്സ്ചർ കണ്ടൻ്റ് ആണ്, പിന്നെ ഹൈ ഫാറ്റ് കണ്ടൻറ്റ് വിച്ച് കോസസ് ഓക്സിഡേറ്റീവ് ഓർ ആൻസിഡിറ്റി, ഹൈ പ്രോട്ടീൻ കണ്ടൻറ്റ് എന്തുണ്ടാക്കും, ഓട്ടോലൈസിസ് അഥവാ പ്യൂട്രിഫിക്കേഷൻ ഉണ്ടാക്കും. പിന്നെ വീക്ക് മസിൽ ടിഷ്യൂ അല്ലേ, വീക്ക് മസിൽ ടിഷ്യൂ ആകുമ്പോൾ എന്താണ് മെക്കാനിക്കലായിട്ടുള്ള ആക്ഷൻസ് വഴി അല്ലേ, മെക്കാനിക്കലായിട്ടുള്ള ആക്ഷൻ വഴി എന്താണ് പെട്ടെന്ന് സ്പോയിലേജിന് കാരണമാവാം വീക്ക് മസിൽ ടിഷ്യൂ ഒക്കെ ആണെങ്കിൽ. പിന്നെ ആംബിയൻ്റ് ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഫിഷസൊക്കെ ഹൈലി പെറിഷബിൾ ആണ്, അത് പെട്ടെന്ന് തന്നെ ചീത്തയായി പോവും. അതുപോലെ അൺഹൈജീനിക് ഹാൻഡിലിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാരണമാണ് അല്ലേ സ്പോയിലേജിന്. കാരണം എന്താണ്, നമ്മൾ എവിടെ നിന്നാണോ ഫിഷ്, എങ്ങനത്തുള്ള വാട്ടറിൽ നിന്നാണോ ഫിഷിനെ പിടിച്ചത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്, വളരെ നല്ലൊരു ആംബിയൻ ടെമ്പറേച്ചർ ഒന്നും കൊടുക്കാതെ വളരെ കെയർലെസ് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്തത് എന്നുണ്ടെങ്കിലും അതും എന്തിന് കാരണമാകാം, സ്പോയിലേജിന് കാരണമാകാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. മെയിനായിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത്, സ്പോയിലേജിനെ പറ്റിയാണ് പറഞ്ഞത്. 3 സ്റ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ഓരോന്നിലും എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ മെയിനായിട്ടും കോമ്പോസിഷൻ ആൻഡ് ന്യൂട്രിറ്റീവ് വാല്യൂ ഓഫ് ഫിഷ് പറഞ്ഞു. പിന്നെ കോസറ്റീവ് ഫാക്ടേഴ്സ് ഓഫ് സ്പോയിലേജ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്താണ് ഫിഷിൻ്റെ ബൈ പ്രോഡക്ട്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഫിഷ് ബൈ പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.